പൂർണ്ണിമ എന്തു പറ്റി? അറിയോ? ഓക്കെ? വേണ്ട. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഡോക്ടറെ വിളിക്കട്ടെ? പൂർണ്ണിമ എന്തു പറ്റിയെന്ന് പറയേ. വിശക്കുന്നു. അത്രേ ഉള്ളോ? ഞാൻ എത്ര പേടിച്ചെന്നറിയോ? ശരി, പറയും. എന്താ വേണ്ടത്? പരിപ്പ് സാദം. പരിപ്പ് സാദോ? ഏതെങ്കിലും യുണീക്ക് ഡിഷസ് പറയും. അത് ഓർഡർ ചെയ്യാൻ പറ്റൂ ഇല്ലയോ എന്ന് വിചാരിച്ചിരിക്കുമ്പോ ഒരു സാധാരണ പരിപ്പ് സാദമാണോ ചോദിക്കുന്നത്? ഇത്രയും ആപ്സ് ഉണ്ടായിട്ടും ഒന്നിനും പരിപ്പ് സാദം കാണിക്കുന്നില്ലല്ലോ. സ്വന്തമായിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചാ അതുണ്ടാക്കാനായിട്ട് അറിയത്തുമില്ല. എന്തു പറ്റി? ഇല്ല, ഒന്നുമില്ല. ഞാനിപ്പോ വരാവേ. രാമു, രാമു. ആ ഹായ്. ഹായ് ബ്രോ. ഒന്നുമില്ല, വൈഫിന് പരിപ്പ് സാദം കഴിക്കണമെന്നൊരു ആഗ്രഹം. എല്ലാ ആപ്പിലും നോക്കി, പക്ഷെ ഒരിടത്തൊന്നും കാണിക്കുന്നില്ല. കെൻ യു പ്ലീസ് ഡു മീ എ ഫേവർ? നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലെ ഷെഫിൻ്റെ നമ്പർ തന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ പുള്ളിയെ വിളിച്ചിട്ട് പരിപ്പ് സാദം ഒന്ന് അറേഞ്ച് ചെയ്യാൻ നോക്കാം. താങ്ക് യു സോ മച്ച്. സോറി പൂർണിമ, ഈ സമയത്ത് നീ ചോദിച്ചത് അറേഞ്ച് ചെയ്യാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. എന്ത് ചെയ്യാനാടോ? പരിപ്പ് സാധനം ഒരിടത്തും കിട്ടുന്നില്ല. നമ്മുടെ ജോലിക്കാരെല്ലാം കിടന്ന് ഉറങ്ങുകയും ചെയ്തു. ഈ ആ സമയത്ത് അവരെങ്ങനെയാ വിളിക്കുക? പിന്നെ എൻ്റെ ഫ്രണ്ടിനൊരു ഹോട്ടലുണ്ടായിരുന്നേ, അയാളുടെ ഹോട്ടലിലെ ഷെഫിനെ വിളിച്ച് നോക്കാന്ന് വെച്ചപ്പോൾ ഫോൺ എടുക്കുന്നുമില്ല. അവസാനം ഞാൻ ഉണ്ടാക്കാമെന്നാ വിചാരിച്ചത്. പക്ഷെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ, ഈ തോരൻ പരിപ്പും കടലപ്പരിപ്പും തമ്മിലുള്ള വ്യത്യാസം പോലും എനിക്കറിയില്ല. താനെന്താടോ ചിരിക്കുന്നേ? തനിക്ക് ഒരു വിഷമവും തോന്നില്ലേ? ഇല്ല ഏട്ടാ, ഏട്ടൻ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനു വേദനിക്കുന്നേ? സാരമില്ല, നാളെ കഴിക്കാലോ. നിക്കേ, ഒരു തവണ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പൂർണിമ, ഒരിടത്തും കിട്ടുന്നില്ലടോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? തനിക്ക് വിശക്കാന്ന് പറയാൻ ചെയ്തു. പഴങ്ങൾ എന്തെങ്കിലും എടുത്തിട്ട് വരട്ടെ? പൂർണിമ, വരൂ പത്മിനി അമ്മേ. ഇതെന്താ പത്മിനി അമ്മേ? പരിപ്പ് സാധു. പൂർണ്ണിമ, ഒരു മിനിറ്റ്. തനിക്ക് ഞാനെടുത്തു തരാം. പത്മിനിയമ്മേ, അതിപ്പോ എങ്ങനെ മനസ്സിലായേ പൂർണ്ണിമയ്ക്ക് പരിപ്പ് സാദം വേണോന്ന്? അത് പിന്നെ അത് മോനെ, ഇത് ഉറപ്പായിട്ടും അച്ഛൻ തന്നെ ഉണ്ടാക്കിയത്. ഇതുപോലൊരു സാമ്പാറിന്റെ കൂടെ പരിപ്പ് സാദം കഴിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം. ഏട്ടാ, കുറച്ചുകൂടി എടുത്തതാ. ഏട്ടൻ അനുഭവിച്ച ടെൻഷൻ അച്ഛന് മനസ്സിലായി കാണും. അതുകൊണ്ടാ അച്ഛൻ തന്നെ ഉണ്ടാക്കിയത്. ആദ്യമോനെ, ഇതുണ്ടാക്കി തന്ന ആളെ
ഞാൻ ഉണ്ടാക്കിയെന്ന് പറയണ്ടെന്നാ പറഞ്ഞത്. ഇതിപ്പോൾ ആര് പ്രിപ്പയർ ചെയ്താലും അവരോടൊരു താങ്ക്സ് പറഞ്ഞേക്കെ പത്മിനിയമ്മേ. സിദ്ധാർത്ഥ്, എന്തു പറ്റി നിനക്ക്? നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത ടെൻഷൻ ആവുന്നേ? ഇപ്പൊ എന്ത് വേണോന്നാ? അല്ല, നിനക്ക് എന്റെ ഫീലിങ്സ് ഒട്ടും മനസ്സിലാവുന്നില്ലേ? എന്റെ കൂടെയും കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് നിനക്ക് തോന്നാറേ ഇല്ലേ? എപ്പോ നോക്കിയാലും അമ്മ മുത്തശ്ശൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. അല്ല സിദ്ധാർത്ഥ്, ഈ അമ്മയും മുത്തശ്ശനും ഒക്കെ ആരാണെന്ന് പറ. അവരൊക്കെ പുറത്തുള്ള ആളുകളാണോ? ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞു വന്നപ്പോ അമ്മയും മുത്തശ്ശനും നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്തു? അവര് നമ്മളെ വിട്ടുകൊടുക്കാതെ നമ്മളെ അത്രയധികം സ്നേഹിച്ചതിന് പകരമായി നമ്മൾ അവർക്ക് രണ്ടുപേർക്കും അല്പമെങ്കിലും സ്നേഹം കൊടുക്കണമെന്ന് നീ ആലോചിച്ചിട്ടില്ലേ സിദ്ധാർത്ഥ്? നീ അവരോട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള കുറ്റമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നീ അവരോട് മാത്രം സ്നേഹം കാണിക്കുന്നത് ശരിയാണോന്നാ ഞാൻ ചോദിച്ചത്. മരുമകളാകുന്നത് മരുമകനാകുന്നത് പോലെ അത്ര ഈസി അല്ല സിദ്ധാർത്ഥ്. മരുമകനാവുന്ന ആൾ വർഷത്തിലൊരിക്കൽ അമ്മാവന്റെ വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് വന്ന അതോടെ തീർന്നു ആ സ്നേഹം. പക്ഷെ മരുമകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. മരുമകൾ എന്നത് ഒരു പേരിന് മാത്രമുള്ളതല്ല, അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ പറയുന്നത് ശരിയാണെന്ന് ന്യായീകരിക്കുകയല്ല. നീ എന്നോടെന്തോ പറയണമെന്ന് വിചാരിക്കുന്നു, അതുപോലെ അമ്മ എന്നോടെന്തോ പറയണമെന്ന് വിചാരിക്കുന്നു. നീ പറയുന്നത് കേൾക്കാൻ ഞാനുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ആരുണ്ടെന്ന് നീ പറ. നിന്നോട് സംസാരിക്കാൻ ഞാൻ കുറച്ച് ലേറ്റായി വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ കേൾക്കില്ലെന്ന് നിന്നോട് പറഞ്ഞില്ലല്ലോ. ഇതിനൊക്കെ നീ ഇങ്ങനെ റൂഡായി ബിഹേവ് ചെയ്യുന്നത് കാണുമ്പോ നീ അകന്നു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് എന്തുമാത്രം ഹേർട്ട് ആയിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? ശ്രീ, കരയാതിരിക്കെ പ്ലീസ് ബോസ്. നീ ഒരിക്കലും കരയാൻ പാടില്ല. നീ ഇങ്ങനെ കരയുന്ന കാണുമ്പോൾ എനിക്ക് ജീവിതം തന്നെ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു. ദേ, ഞാൻ ഗുരുവിനെ പ്രോമിസ് ചെയ്തിരിക്കുക, നിന്റെ കണ്ണുകൾ ഒരിക്കലും നിറയില്ലെന്ന്. സോറി മോളെ. ഐ എം റിയലി സോറി ബോസ്. എന്നോട് ക്ഷമിക്ക. എന്നോട് ക്ഷമിക്കണം. ഞാനും നിന്റെ വാക്ക് അനുസരിച്ചിരിക്കണം. ഇറ്റ്സ് ഓക്കെ. അമ്മേ, മനസ്സിനകത്ത് എന്തോ കാര്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലേ? അതെ പൊന്നു, മാധവൻ സാർ തന്ന ചെക്കിനെ പറ്റി ഞാൻ അമ്മാവനോട് സംസാരിച്ചു. പക്ഷെ അമ്മാവൻ ഇന്ന് ബാങ്കിൽ പോയേ പറ്റൂന്നാ പറയുന്നേ. ചെക്ക് നമ്മുടെ കയ്യിലുള്ളപ്പോ ക്യാമറ അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കുന്നത് എന്തോ എന്റെ മനസ്സിന് ശരിയല്ലെന്ന് തോന്നുന്നു. ഓ, ആ കാര്യമാണോ? മുത്തശ്ശന്റെ അടുത്ത് ഞാൻ സംസാരിക്കട്ടെ? അയ്യോ വേണ്ട പൊന്നു. ഇല്ലമ്മേ. ഏതെങ്കിലും രണ്ട് ചിറക് ഒരുമിച്ച് ചേർന്നാ മതി, ഓട്ടം തന്നെ പറക്കാനും തുടങ്ങും. വീട്ടുജോലിയെല്ലാം ഞാൻ തന്നെ നോക്കേണ്ടി വരുമോ എന്തോ. തുളസി, ആ എന്റെ മങ്കി ക്യാപ്പ് ഇപ്പൊ കൊണ്ടുവരാമാവ. മുത്തശ്ശ, മങ്കി ക്യാപ്പ്. അമ്മ പോവാനിരുന്നതാ, ഞാൻ തന്നെ എടുത്തിട്ട് വരാന്ന് പറഞ്ഞു. നിക്ക്, ഞാൻ വാക്കിംഗ് സ്റ്റിക്ക് എടുത്തിട്ട് വരാം. ഇതാ മുത്തശ്ശ വാക്കിംഗ് സ്റ്റിക്ക്. അമ്മോ, വലുതെന്തോ വരാൻ പോണെന്നാ വിചാരിച്ചത്. ശരി, നീ എന്താ ചോദിക്കാൻ വന്നതെന്ന് വെച്ചാ അത് നേരെ നോക്കി ചോദിക്കൂ. നിനക്ക് നൈസായിട്ട് ആ ദൈവത്തിന് വേണമെങ്കിലും പറ്റിക്കാൻ കഴിയും. എന്നാൽ ഈ ദത്തനെ അതിന് കിട്ടില്ല. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശ. അതെന്താന്ന് വെച്ചാ, ആരെങ്കിലും ഒരു ശുഭകാര്യത്തിന് പുറപ്പെടുമ്പോൾ തടസ്സമായിട്ട് മുന്നിൽ വന്ന് നിൽക്കാൻ പാടില്ലെന്ന് നിന്റെ ആൾമാറാട്ടക്കാരിക്ക് അറിയില്ലേ? ഞാൻ തടസ്സം നിൽക്കുന്നില്ലല്ലോ മുത്തശ്ശ, മാറിയല്ലേ നിൽക്കുന്നത്. ഇതിനൊന്നും കുറവില്ല തുളസി. ഇതാ വരുന്നു അമ്മാവ.
മുത്തശ്ശ ഒരു മിനിറ്റ്. അത് പിന്നെ ഇന്നലെ ഒരാൾ വന്ന് ക്യാമറ ഇവിടെ വെച്ചിട്ട് ചെക്ക് കൊടുത്തിട്ട് പോയി. ഓഹോ, മരുമകളെ വെച്ച് ഇൻഫ്ലുവൻസ് ചെയ്യാൻ തക്കവണ്ണം വളർന്നോ നീ? അയ്യോ, അമ്മയൊന്നും പറഞ്ഞില്ല മുത്തശ്ശ. ഒന്നും പറഞ്ഞില്ലല്ലേ? എന്നാൽ ഞാൻ പറയുന്നത് കേൾക്ക്. ക്യാമറ മറന്നു വെച്ചിട്ട് പോയത് അവന്റെ തെറ്റ്. ക്യാമറ വിറ്റത് വിറ്റു, ഞാൻ ആ ചെക്കും വാങ്ങി വെച്ചു, അത്ര തന്നെ. ഇല്ല മുത്തശ്ശ, അത് പിന്നെ ഈ ദത്തൻ ഒരു കച്ചവടം നടത്തി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. കൂടുതൽ വർത്താനൊന്നും വേണ്ട, അത്ര തന്നെ. എന്താ ബോസ്, കിട്ടുന്ന കുറച്ച് സമയത്തെങ്കിലും ഒരു അല്പം റൊമാൻറ്റിക് ആവാന്ന് വിചാരിച്ചപ്പോ എല്ലാരും കേൾക്കുന്ന രീതിയിൽ ഒച്ച വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുവരെ നീ പഠിച്ചില്ലേ? ഭർത്താവ് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോ മുറിയിൽ കയറി വന്ന ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ആന്റിസിപ്പേറ്റ് ചെയ്യാനുള്ള കഴിവ് പോലും നിനക്കില്ലേ? വാടച്ചു വെച്ച് പറ. എന്താ ബോസ് ഇത്? എന്താ നാട്ടുകാരി കേൾക്കുന്ന പോലെ വിളിച്ചു പോകുന്നേ? ഭാര്യ ഇങ്ങനെയൊക്കെ ശല്യം ചെയ്താലേ അവൾ ഇങ്ങനെയൊക്കെയാ പ്രതികരിക്കാന്നുള്ള കാര്യം പോലും നിങ്ങൾക്കറിയില്ലേ? ഇതെന്താ എന്റെ ഡയലോഗ് എനിക്കിട്ട് അടിക്കുവാണോ? അതൊന്നുമില്ല. വാ പൊത്തിപ്പിടിച്ചെന്നോട് സംസാരിക്കാൻ പറഞ്ഞാ കടിക്കുള്ളത് ഞാൻ എന്താ ചെയ്യാ? വേദനിക്കുന്നുണ്ടോ? സോറി ട്ടോ. ബോസേ, നമ്മൾ എത്രയൊക്കെ വഴക്ക് കൂടിയാലും അതെല്ലാം വിട്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്നു ചേരും. അതെന്തുകൊണ്ടാണെന്നറിയോ? We love each other. സത്യമാണ് സിദ്ധാർത്ഥ്, നമ്മൾ എന്നും ഇതുപോലെ തന്നെ കഴിയണം. ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്നുള്ള തർക്കമൊക്കെ വിട്ടിട്ട് എന്റെ ഭാഗത്ത് തെറ്റു മനസ്സിലാക്കി സോറി ചോദിച്ചാ എല്ലാം അവിടെ കഴിഞ്ഞില്ലേ? അത് സിമ്പിളാ ബോസ്. നീ എത്ര കൃത്യമായിട്ടാ പറഞ്ഞേ. ഐ ആം കൺവിൻസ്ഡ്. നിന്നെ എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്തു. പക്ഷെ മുത്തശ്ശനെ എങ്ങനെ കൺവിൻസ് ചെയ്യണമെന്നാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മുത്തശ്ശൻ എവിടുന്നാ വന്നേ? അല്ല, മുത്തശ്ശൻ എന്തിനാ കൺവിൻസ് ചെയ്യുന്നേ? കാര്യം ഇപ്പൊ എന്തായാലും അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യണമല്ലോ. പക്ഷെ അത് എങ്ങനെയെന്ന് എനിക്കറിയാത്തെ. അതൊന്നും നടക്കൂല മോളെ, വിട്ടേക്ക്. അല്ല, മുത്തശ്ശനെ കൺവിൻസ് ചെയ്യുന്നത് എന്റെ കയ്യിൽ കടിച്ചതുപോലെ എളുപ്പമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മുത്തശ്ശനെ കൺവിൻസ് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റുന്നതും അത്ര പ്രയാസമുള്ള കാര്യമല്ല. ഇത് കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയിട്ട് നിനക്ക് തോന്നില്ലേ? ഓവർ കോൺഫിഡൻസ് ഒന്നുമില്ല, കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്. എന്നാ അത് കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. എന്താ എന്നോട് ചാലഞ്ച് ചെയ്യുന്നോ? എന്നോടാണോ ചാലഞ്ച്? ഓക്കെ ബോസ്, നമുക്ക് കാണാം. വർക്ക് ഫ്രം ഹോം മുത്തശ്ശ. ഞാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? തുളസി ദോശ ഇപ്പൊ കൊണ്ടുവരാമാവാ. അല്ല, മുത്തശ്ശനൊന്നും പറഞ്ഞില്ല. എന്നെ ഈ ഡ്രസ്സിൽ കണ്ടിട്ട് മുത്തശ്ശന്റെ തലയിൽ എന്തെങ്കിലും ചോദ്യം ഉദിച്ചിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഈ ഉറക്കം തൂങ്ങി ഓഫീസിൽ പോകാതെ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ തോന്നിയാലോ, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഉത്തരങ്ങ് പറഞ്ഞത്. മുത്തശ്ശ, ചെയിൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. കുഴപ്പമില്ല, ഒരു റേഞ്ചിനുണ്ട്. എത്രയായി? 52,000 രൂപയും മുത്തശ്ശ. പക്ഷെ ഞാൻ 1 രൂപ പോലും കൊടുത്തില്ല. സ്വർണ്ണക്കട ഇട്ടിരിക്കുന്നത് നിന്റെ അമ്മാവന്റെ മകനാണോ? അയ്യോ മുത്തശ്ശ, അമ്മാവന്റെ മകനാണെങ്കിൽ എന്താ വെറുതെ തരുമോ? ഇല്ല, ഞാൻ കല്യാണം കഴിഞ്ഞു വന്ന സമയത്ത് മുത്തശ്ശേരിയാണെന്ന് പറഞ്ഞൊരു ചെയിൻ എനിക്ക് തന്നില്ലേ, അത് മാറ്റിയാ ഞാൻ ഈ ചെയിൻ വാങ്ങിച്ചത്. ഇതാ വാങ്ങിക്കോ പൊന്നോ. വാങ്ങിച്ചോ മോളെ. ഇതെന്റെ ഭാര്യ കഴുത്തിലിട്ടിരുന്ന താലിമാലയാ. ഞങ്ങളുടെ ആചാരപ്രകാരം ഇത് അടുത്ത തലമുറയ്ക്ക് കൈമാറണം. ഈ വീട്ടിലേക്ക് വന്നു കയറുന്ന മരുമകളുടെ കയ്യിൽ ഇതെത്തും. എന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് അത് ഇവൾക്ക് കിട്ടി. ഇപ്പോ നീ ഈ വീട്ടിലെ മരുമകളായിട്ട് വന്നുകൊണ്ട് ഇവളുടെ കയ്യിൽ നിന്ന് അത് നിന്റെ കയ്യിലേക്ക് വരുന്നു.
ആ ഈ കല്യാണത്തിന് എൻ്റെ പരിപൂർണ സമ്മതം ഇല്ലായിരുന്നെങ്കിൽ പോലും ആചാരങ്ങൾ അനുസരിക്കാതെ പറ്റില്ലല്ലോ. വാങ്ങിക്കോ. ദാണ്ട കിടക്കുന്നു. അതെ, പരമ്പരയായിട്ട് കൈമാറി വന്നതായിരുന്നു. അതിപ്പോ വിറ്റെന്നാണോ നീ പറയുന്നത്? തുളസി, ഈ ആൾമാറാട്ടക്കാരിക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? അത് വെറും സ്വർണമാലയല്ല, വീട്ടിൽ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു നിധിയാണത്. ഈ കാലത്തെ മരുമക്കൾക്ക് സാമാന്യ ബുദ്ധി തീരെയില്ല. മുത്തശ്ശ, അമ്മയും ആ ക്യാമറയും തമ്മിലും അതുപോലൊരു ആത്മബന്ധമുണ്ട്. അത് മനസ്സിലാക്കി അമ്മയുടെ സ്വപ്നങ്ങൾക്ക് വില കൽപ്പിച്ച് മാധവൻ സാർ ആ ക്യാമറ ഇവിടെ വെച്ചിട്ട് പോയി. പക്ഷെ നമ്മളോ അദ്ദേഹത്തിന്റെ കാശും വാങ്ങി വെച്ച് ക്യാമറയും കൊടുക്കാതിരിക്കുന്നു. ഇതൊക്കെ ശരിയാണോ മുത്തശ്ശ? എന്ന് വെച്ചാൽ ഞാൻ തന്ന മാല വിറ്റില്ലെന്നാണോ നീ പറയുന്നത്? ഇല്ല മുത്തശ്ശ. മുത്തശ്ശൻ പറഞ്ഞില്ലേ അത് ഈ വീടിന്റെ പാരമ്പര്യ സ്വത്താണെന്ന്. അത് വിൽക്കാന്ന് പറഞ്ഞാ നമ്മുടെ ഓർമ്മകളെ വിൽക്കുന്ന പോലെയല്ലേ? ആ ചെക്ക് ഞാൻ കേശുവിനെ ഏൽപ്പിച്ചിരിക്കുക ബാങ്കിലിടാൻ വേണ്ടി. ഞാൻ വേറൊരു ചെക്ക് എഴുതി തരാം. ആ ചെരുപ്പ് കള്ളന് അത് കൊണ്ടുപോയി കൊടുക്കുക. അമ്മേ, പോയി റെഡിയാവ്. മാധവ സാറിന്റെ കഫേയിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അമ്മ ചെക്ക് കൊടുത്തിട്ട് വാ. ഞാനോ? ആ, നേരത്തെ പറഞ്ഞതല്ലേ ചെക്ക് തന്നത് അമ്മയുടെ കയ്യില്. അതുകൊണ്ട് അമ്മ തന്നെ തിരിച്ചു കൊടുക്കണം. സാർ, നമുക്ക് ലഡു ഉണ്ടാക്കിയാലോ? എന്തെങ്കിലും സ്പെഷ്യലായി ഉണ്ടാക്കാന്ന് വിചാരിക്കുമ്പോൾ ലഡു ഉണ്ടാക്കാനോ? ഈ ലഡു ഒക്കെ ഇപ്പൊ കോമണാ. അതൊന്നും പൂർണിമയ്ക്ക് ഇഷ്ടാവില്ല. സാർ, നമുക്ക് ബംഗാളി സ്വീറ്റ്സ് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ? നോക്ക്, സ്വീറ്റ്സ് ഒക്കെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിക്കുക. അതിനൊക്കെ ബംഗാളി സ്വീറ്റ്സ് ഒക്കെ എന്തിനാ? നമുക്ക് കേരളത്തിന് തന്നെ മതി. ജിലേബി? അത് കേരളത്തിന്റെ ആണോ? പൂർണിമയുടെ വയറ് കാണൽ ചടങ്ങിന്റെ സ്വീറ്റ്സ് എല്ലാവരും ഇഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങണം. എന്തായാലും സിമ്പിൾ ആയിരുന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കണം.